നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിത് സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന് ജാമ്യം. റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ടതിനാൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് എൻ വാസുവിന് ജാമ്യം നൽകുകയായിരുന്നു. അതേസമയം കേസിൽ മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് സുപ്രീംകോടതി നീട്ടി. കേസിൽ സുപ്രീംകോടതി ഗുരുതര പരാമർശങ്ങളും നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം നേടുന്ന അഞ്ചാമത്തെയാളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എൻ വാസു. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തതിനാൽ സ്വാഭാവിക ജാമ്യം തേടിയാണ് എൻ വാസു പുറത്തിറങ്ങുന്നത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, സംസ്ഥാനം വിട്ടുപോകരുത്, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം തുടങ്ങിയവയാണ് ഉപാധികൾ. മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജുവിന്റെ ജാമ്യഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. നാളെ വിധി പറയും. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടി. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീക്ക് സുപ്രീം കോടതിയിൽ നിന്ന് താത്കാലിക ആശ്വാസം. അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി നീട്ടി നൽകി. ശബരിമലയിലെ മൊത്തം സ്വർണം കൊള്ളയടിച്ചല്ലോ എന്നും കൊടിമരത്തിൽ നിന്നടക്കം സ്വർണം പോയ വാർത്ത കണ്ടെന്നും സുപ്രീം കോടതി വാക്കാൽ പരാമർശം നടത്തി. ഇതിനിടെ എസ് ജയശ്രീക്കും ഇടനിലക്കാരനായ കൽപേഷിനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി. 24 ഡൽഹി, കൊല്ലം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ടിലെ പൊരുത്തക്കേടിൽ മറുപടി നൽകണമെന്ന് ഹൈക്കോടതി. സംഗമം നടത്തിപ്പിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 3,40,00,000 രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് കണക്ക്. കണക്ക് കൃത്യമായി പറയേണ്ടത് ദേവസ്വം ബോർഡാണെന്ന് മന്ത്രി വി എൻ വാസവൻ പ്രതികരിച്ചു. ക്രമക്കേട് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു. ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ 1 മാസം പിന്നിട്ടിട്ടും ഓഡിറ്റ് റിപ്പോർട്ട് നൽകാത്തതിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബെഞ്ചിൽ സമർപ്പിച്ചത്. കണക്കിൽ ചില പൊരുത്തക്കേടുകളുണ്ടെന്നാണ് കോടതി വിലയിരുത്തൽ. വിശദമായ മറുപടി നൽകാൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ 3 കോടിയിലേറെ രൂപയുടെ നഷ്ടം വരുത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. ദേവസ്വം ബോർഡ് അഡ്വാൻസായി 3 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ തുക സ്പോൺസർഷിപ്പിലൂടെ തിരിച്ചുപിടിക്കാനായിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ ഒരുക്കിയത് പശ്ചാത്തല സൗകര്യം മാത്രമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ വിശദീകരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന സംഭവമാണ്. അതിന്റെ സ്പോൺസർമാരെയും കണ്ടെത്തിയത് അവരാണ്. ഒപ്പം വരവില കണക്കും തയ്യാറാക്കിയതവരാണ്. അത് അവരോട് ചോദിച്ചെങ്കിൽ പറയാൻ പറ്റുള്ളൂ. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ നടന്നത് മുഴുവൻ കളവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 600 പേര് പങ്കെടുക്കാൻ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന് 5 കോടി 8 കോടി എന്നൊക്കെ പറയുന്നത് എവിടത്തെ കണക്കാണ്? മുഴുവൻ കളവാണ് ഇതിന്റെ പുറകിൽ നടക്കുന്നത്. അഴിമതിയാണ് ഇതിന്റെ അകത്ത് പുറത്ത് നടക്കുന്നത്. ശബരിമലയുടെ മാസ്റ്റർ പ്ലാനിനടക്കം ഗുണം ചെയ്യുമെന്ന് കരുതി നടത്തിയ അയ്യപ്പ സംഗമം കേവലം രാഷ്ട്രീയ സ്റ്റണ്ടായി മാറിയെന്ന ആരോപണമാണ് ഉയരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 20-നായിരുന്നു പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. 24 കൊച്ചി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ലോക്സഭയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മോദി സർക്കാർ രാജ്യത്തെ ട്രംപിന് വിറ്റുവെന്നും ഇത് ലജ്ജാകരമെന്നും രാഹുൽ തുറന്നടിച്ചു. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെയും അനിൽ അംബാനിയുടെയും പേരുകൾ അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട രേഖകളിലുണ്ടെന്ന് ബജറ്റ് ചർച്ചയ്ക്കിടെ രാഹുൽ ആരോപിച്ചു. താൻ എപ്സ്റ്റീനെ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ എപ്സ്റ്റീന്റെ കുറ്റകൃത്യങ്ങളുമായി തനിക്ക് ബന്ധമില്ലെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പിന്നീട് വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. 7 ദിവസത്തെ സഭാസ്തംഭനത്തിന് ശേഷം ബജറ്റിന്മേലുള്ള പൊതുചർച്ചയിൽ സംസാരിക്കാൻ ലഭിച്ച അവസരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൃത്യമായി വിനിയോഗിച്ചു. ബജറ്റിനെ കുറിച്ച് 2 വരി മാത്രം പറഞ്ഞ രാഹുൽ ഇന്ത്യ US വ്യാപാര കരാറിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ചു. കരാർ പൂർണ്ണമായ കീഴടങ്ങലാണെന്നും രാജ്യത്തിന്റെ ഭാവിയെ പണയപ്പെടുത്തിയെന്നും ഭാരതമാതാവിനെ വിൽക്കാൻ ലജ്ജയില്ലേ എന്നും രാഹുൽ. Do you have no shame of selling India? You have sold our mother. You know why he sold India? Because they are choking him. US-ലെ കേസ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അദാനിയെയല്ല, പ്രധാനമന്ത്രിയെ. പ്രധാനമന്ത്രിയുടെ കണ്ണുകളിൽ താൻ ഭയം കാണുന്നു എന്ന് പറഞ്ഞ രാഹുൽ എപ്സ്റ്റീൻ ഫയൽ വിവാദവും സഭയിൽ ഉന്നയിച്ചു. There is a businessman called Mr. Anil Ambani. I want to ask the question, why is he not in jail? The reason he's not in jail is because his name is in the Epstein files. That's why he's not in jail. Rahul ji, jo bhi chair. I'd also like to ask Mr. Hardeep Puri who introduced him to Epstein. രാഹുലിന്റെ പ്രസംഗത്തിനിടെ പലതവണ ചെയറും ഭരണപക്ഷവും ഇടപെട്ടു. ഉന്നയിച്ച ആരോപണങ്ങൾ സാധൂകരിക്കണമെന്ന കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. All the points he has made
have serious repercussion. He must authenticate on all the allegations he has made. भारत आगे बढ़ने से कांग्रेस दुखी हो जाते हैं, इसी से तो हम लोग का चिंता है. ജെഫ്രി എപ്സ്റ്റീനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നെന്നും എന്നാൽ കുറ്റകൃത്യങ്ങളുമായി തനിക്ക് പങ്കില്ലെന്നുമുള്ള വിശദീകരണവുമായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി രംഗത്ത് വന്നു. That these facts are all known, they're in the public domain. 3 million emails have been released. All right? In these 3 million emails, I am in New York for 8 years. അവിശ്വാസ പ്രമേയ നോട്ടീസ് നേരിടുന്ന ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്നും സഭയിൽ എത്തിയില്ല. 24 ഡൽഹി. കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡിനെതിരായ തൊഴിലാളി സംഘടനകളുടെ 24 മണിക്കൂർ പൊതുപണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. കേന്ദ്ര തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 10 ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച പൊതുപണിമുടക്കിൽ 30 കോടി തൊഴിലാളികൾ പങ്കെടുക്കുമെന്ന് തൊഴിലാളി സംഘടനകൾ അറിയിച്ചു. വ്യവസായ, കാർഷിക, വാണിജ്യ, വ്യാപാര മേഖലകൾ പൊതുപണിമുടക്കിൽ നിശ്ചലമായേക്കും. അതേസമയം പാൽ, പത്രം, ആശുപത്രി, ആംബുലൻസ് തുടങ്ങിയ അവശ്യ സേവനങ്ങളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. CPIM-നെ വിമർശിച്ചാൽ കൊലപാതകമെന്ന് പരോക്ഷമായി പറഞ്ഞ് കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ കെ സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജയിൽ കഥകൾ പുരോഗമിക്കുകയാണെന്നും എങ്ങോട്ട് പോകുന്നുവെന്ന് നോക്കാമെന്നുമാണ് ഫേസ്ബുക്ക് കുറിപ്പ്. 15 മിനിറ്റിനകം ഫേസ്ബുക്ക് പോസ്റ്റിൽ സച്ചിദാനന്ദൻ തിരുത്തൽ വരുത്തി. തുടർഭരണവുമായി ബന്ധപ്പെട്ട സച്ചിദാനന്ദന്റെ പ്രതികരണത്തിൽ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. തുടർഭരണം നല്ലതല്ലെന്ന് കെ സച്ചിദാനന്ദന്റെ പ്രതികരണം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇടത് സൈബറിടങ്ങളിൽ സച്ചിദാനന്ദന് രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു. ഇതിന് പിന്നാലെയാണ് കെ സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജയിൽ കഥകൾ പുരോഗമിക്കുന്നു എന്നും എങ്ങോട്ട് പോകുന്നുവെന്ന് നോക്കാമെന്നുമാണ് ഫേസ്ബുക്ക് കുറിപ്പ്. ഒരു കഥാസമാഹാരം, ഒരു കവിതാ സമാഹാരം, ഒരു ലേഖന പ്രഭാഷണ സമാഹാരം. കൊല ചെയ്യപ്പെട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞായിരുന്നു പോസ്റ്റ് അവസാനിപ്പിച്ചത്. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ഈ പോസ്റ്റ് തിരുത്തി. കൊലപാതകമെന്നത് അതിജീവിച്ചാൽ എന്നാക്കി മാറ്റി. ഇതിനിടെ ഇന്നലെ കെ സച്ചിദാനന്ദനെ കണ്ടത് വിവാദം അവസാനിപ്പിക്കാനല്ലെന്ന് വൈസ് പ്രസിഡന്റും എഴുത്തുകാരനുമായ അശോകൻ ചരുവിൽ പറഞ്ഞു. എം.എൻ. കാരശ്ശേരിക്കെതിരെയും അശോകൻ ചരുവിൽ വിമർശനം ഉന്നയിച്ചു. തുടർഭരണം വേണ്ടയോ തുടർഭരണം വേണ്ട എന്നുള്ളൊരു വാദഗതി അതിശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അത് തുടങ്ങി വെച്ചത് നമ്മുടെ പ്രിയപ്പെട്ട കാരശ്ശേരി മാഷാണ്, എം.എൻ. കാരശ്ശേരി മാഷാണ്. ഒരു അടിയുറച്ച കോൺഗ്രസ് അനുഭാവിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 2021 അദ്ദേഹം ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചു. സച്ചിദാനന്ദനെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്കെതിരെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞതിനെ വിമർശിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കരുത്. അദ്ദേഹം ഒരു ഉയർന്ന, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഒരു സാഹിത്യകാരനാണ്. ചിലപ്പോൾ വൈകാരികമായിട്ടാണ് സാഹിത്യകാരന്മാരൊക്കെ ഇത്തരം കാര്യത്തിൽ പ്രതികരിക്കുക. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ചൂടേറ്റി ജാഥകൾ. മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്തിയ പാലാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്ഥിരീകരിക്കാതെ ജോസ് കെ മാണി. താൻ പാലായിൽ മത്സരിക്കണോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും റോഷി അഗസ്റ്റിൻ ചോരത്തിളപ്പുള്ള നേതാവെന്നുമായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. അതിനിടെ കേരള കോൺഗ്രസിനെ ചൊല്ലി അവകാശവാദവുമായി ജോസ് കെ മാണിയും PC തോമസും രംഗത്തെത്തി. പാർട്ടി തീരുമാനിക്കും, ജോസ് കെ മാണി മത്സരിക്കും. അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ ആ സമയത്ത് പുറപ്പെടുവിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സത്യമായി രംഗത്ത് വരും, സജീവമായി നേരിടും, നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. ഇന്നലെ അടിമാലിയിൽ വെച്ചാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഈ പ്രഖ്യാപനം. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് ഇന്ന് ജോസ് കെ മാണിയുടെ പ്രതികരണം ഇങ്ങനെ. അദ്ദേഹം എപ്പോഴും ഒരു KSC വളർന്നു വന്നയാളാണ്. ആ ചോരത്തിളപ്പ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്നേഹം കൂടുമ്പോൾ അതൊക്കെ പറയും. പിന്നെ അദ്ദേഹം മത്സരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ജോസ് കെ മാണി ഇങ്ങനെ പറഞ്ഞൊഴിയുമ്പോഴും വിഷയം പ്രവർത്തകർക്കിടയിൽ ചർച്ചയാവുകയാണ്. മുന്നണി മാറ്റ ചർച്ചകൾ സജീവമായിരുന്ന സമയത്ത് റോഷി അഗസ്റ്റിന്റെ ശക്തമായ നിലപാട് ഏറെ ശ്രദ്ധേയമായിരുന്നു. പാലാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പാർട്ടിയിൽ റോഷി കൂടുതൽ കരുത്തനാകുന്നുവെന്നാണ് ചർച്ചകൾ. അതേസമയം കേരള കോൺഗ്രസിനെ ചൊല്ലി ജോസ് കെ മാണിയും PC തോമസും അവകാശവാദങ്ങളുമായി എത്തി. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ കേരള കോൺഗ്രസ് എന്ന ഒറ്റ പാർട്ടിയെ നിലവിലുള്ളൂ. അത് ശ്രീ PJ ജോസഫ് സാർ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പാർട്ടിയാണ്. അത് മുഴുവൻ പാർട്ടി പ്രവർത്തകരുടെ തറവാടാണ്. ഞാനാരെയും പഠിപ്പിക്കാൻ പോയില്ലല്ലോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. തറവാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. ഞാൻ ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണെന്ന്, അതാണ് തറവാടെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ പെറ്റീഷൻ വന്നപ്പോൾ എന്തിനാണ് അവരെ മത്സരിക്കാൻ അവിടെ വന്ന് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ വന്നത്? ഇത് തന്നെ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ. വ്യക്തിപരമായ കാരണങ്ങളുള്ളതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ കൂടിയായ PC തോമസ് പറഞ്ഞു. 24 കൊച്ചി.
വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ കോഴിക്കോട് കുറ്റ്യാടിയിൽ പ്രതിപക്ഷ നേതാവിന് മുൻപ് സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ഷാഫി പറമ്പിൽ MP. സംസാരിക്കാതെ മടങ്ങിയ ഷാഫിയെ നേതാക്കൾ തടഞ്ഞു. പിന്നീട് കുറ്റ്യാടി സീറ്റിൽ വിജയം ഉറപ്പെന്ന് പ്രഖ്യാപിച്ചാണ് ഷാഫി മടങ്ങിയത്. DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിലിനോടാണ് ഷാഫി പരസ്യമായി നീരസം പ്രകടിപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാലക്കാട്ടെ CPIM വിമതർ പുതിയ പാർട്ടി രൂപീകരിക്കാനൊരുങ്ങുന്നു. PK ശശി ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മുന്നണി രൂപീകരിക്കാനാണ് നീക്കം. വലിയ നേതാക്കൾ പാർട്ടി വിട്ടുപോയിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് CPIM നേതാക്കളുടെ പ്രതികരണം. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ തഴഞ്ഞതിന് ന്യായീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കൊല്ലത്തെ ESI മെഡിക്കൽ കോളേജ് നഷ്ടപ്പെടുത്തി കേരളം എയിംസിനെ പറ്റി പറയുന്നു. ESI ആശുപത്രി മെഡിക്കൽ കോളേജ് ആകുന്നത് തടഞ്ഞത് വഴി നഷ്ടപ്പെടുത്തിയത് തൊഴിലാളികളുടെ എയിംസ് ആണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വിവാദമായ മറ്റേ മോൻ പരാമർശത്തിലും സുരേഷ് ഗോപി വിശദീകരണം നൽകി. മറ്റേ മകൻ എന്നാണ് താൻ ഉദ്ദേശിച്ചത്. വിമർശനം ഉന്നയിച്ച ആളുടെ പേര് പറയുന്നതിന് പകരമാണ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി. ESI ആശുപത്രി മെഡിക്കൽ കോളേജായി മാറുന്നത് വഴി അസംഘടിത വിഭാഗങ്ങൾക്ക്, തൊഴിലാളികൾക്ക്, അവരുടെ മക്കൾക്ക് അവരുടെ എയിംസാണ് ഇപ്പം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിലാളികളുടെ എയിംസാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. കിട്ടാത്തതിനെക്കുറിച്ച് ബഹളം വയ്ക്കാനാണ് താല്പര്യം. കിട്ടിയത് നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ച് പശ്ചാത്താപമില്ല എന്ന് പറഞ്ഞാൽ സങ്കടകരമായ കാര്യമാണ്. സത്യം പറയാണ്, എൻ്റെ നെഞ്ചത്ത് കൈവച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളൊക്കെ വ്യാഖ്യാനിച്ച അതല്ല ഉദ്ദേശിച്ചത്. എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് അന്നേരം എടുത്ത് പറയാൻ തോന്നിയില്ല. മറ്റേ ഇത് പറഞ്ഞ ആ മോനില്ലേ എന്നുള്ളതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എൻ്റെ അമ്മ സത്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി നാളെ. ജാമ്യം അനുവദിക്കരുത് എന്നാണ് അതിജീവിതയും പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടത്. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് രാഹുലും കോടതിയിൽ വാദിച്ചിരുന്നു. അതിനിടെ അതിജീവിതയെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന കേസിലെ പ്രതി ദീപ ജോസഫിന്റെ ഹർജി കടുത്ത വിമർശനത്തോടെ സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതിയെ സമീപിക്കാൻ കോടതി നിർദ്ദേശം നൽകി. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്കെതിരെ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഉപയോഗിച്ചതെന്ന് കോടതി കുറ്റപ്പെടുത്തി. കൊച്ചി കളമശ്ശേരിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ മരണത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്താൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. ലാമ ഇന്ത്യയിൽ എത്തിയത് മുതൽ മരണം വരെയുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുക. പോലീസ് ഹാജരാക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം വ്യക്തമല്ലെന്നും കൊലപാതക സാധ്യതയും പരിശോധിക്കണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. സൂരജ് ലാമയുടെ മരണത്തിൽ സിസ്റ്റത്തിനെതിരെയുള്ള വിമർശനം തുടരുകയാണ് ഹൈക്കോടതി. വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ കോടതി അന്വേഷിച്ച് സമഗ്ര റിപ്പോർട്ട് നൽകാനാണ് SITക്ക് നൽകിയ നിർദ്ദേശം. പ്രത്യേക സംഘത്തിന് DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകണം. സൂരജ് ലാമയുടേത് കൊലപാതകമാണോ എന്ന സംശയം കുടുംബം ഉയർത്തിയിരുന്നു. ഇതിൽ ആവശ്യമെങ്കിൽ പോലീസിന് കേസെടുത്ത് അന്വേഷിക്കാമെന്നും കോടതി പറഞ്ഞു. DNA പരിശോധനയിലായിരുന്നു കളമശ്ശേരിയിൽ അഴുകിയ നിലയിൽ കണ്ടെത്തിയത് സൂരജ് ലാമയുടെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞത്. മദ്യദുരന്തത്തിന് പിന്നാലെ ഓർമ്മശക്തി നഷ്ടമായ സൂരജ് ലാമയെ തേടി കുടുംബം കേരളത്തിലെത്തിയപ്പോഴാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. കേസന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് നേരത്തെ നെടുമ്പാശ്ശേരി SHOയെ കോടതി വിളിച്ചു വരുത്തിയിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് സമൂഹ മാധ്യമത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി U ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ഷിംജിത അല്പസമയത്തിനകം ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. പത്തനംതിട്ട തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗ കേസിലെ 4ാം പ്രതി അറസ്റ്റിൽ. ചുമത്ര സ്വദേശി രൊക്കൻ എന്ന് വിളിക്കുന്ന പ്രശോഭാണ് പിടിയിലായത്. റാന്നിയിൽ നിന്നാണ് പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. 2 പ്രതികൾ ഒളിവിൽ തുടരുകയാണ്. സംഭവത്തിനു പിന്നാലെ ഒളിവിൽ പോയ പ്രതികളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. പ്രതികൾ ഒളിവിൽ പോകാനിടയുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ മഫ്തിയിൽ പോലീസ് നിരീക്ഷണം നടത്തി. 3ാം പ്രതി നിരണം സ്വദേശി വരുണിനെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടിയതിനു പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടെ റാന്നിയിൽ വെച്ച് രൊക്കൻ എന്ന് വിളിക്കുന്ന ചുമത്ര സ്വദേശി 26 വയസ്സുകാരൻ പ്രശോഭ പിടിയിലായത്. കുറ്റപ്പുഴ സ്വദേശി സുബിൻ അലക്സാണ്ടർ, കുളക്കോട് സ്വദേശി ബർലിൻദാസ് എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. മറ്റ് 2 പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട്. ഇവർ ബംഗളൂരുവിലുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇക്കഴിഞ്ഞ 1-ാം തീയതിയായിരുന്നു സ്പായിൽ ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ട് ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്.
സംഭവത്തിൽ ഉൾപ്പെട്ട 6 പേർക്കും പലതരത്തിലുള്ള ക്രിമിനൽ കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു. യുവതിയുടെ സഹപ്രവർത്തകരുടെ ഇടപെടൽ സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവർക്കെതിരെ അതിജീവിത പോലീസിന് മൊഴി നൽകിയിരുന്നു. 24 പത്തനംതിട്ട. ഔദ്യോഗിക പരിപാടികളിൽ വന്ദേമാതരം നിർബന്ധമാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ്. ബംഗാൾ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി വന്ദേമാതരത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നു എന്നാരോപിച്ച് പാർലമെന്റിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ദേശീയ പതാക ഉയർത്തൽ, രാഷ്ട്രപതിയുടെ സന്ദർശനം, രാഷ്ട്രപതിയുടെ അഭിസംബോധന തുടങ്ങിയ ചടങ്ങുകളിലാണ് വന്ദേമാതരം നിർബന്ധമാക്കിയത്. ഗവർണറുടെ പരിപാടികളിലും വന്ദേമാതരം നിർബന്ധമാക്കിയിട്ടുണ്ട്. വന്ദേമാതരത്തിന്റെ 6 ചരണങ്ങളുള്ള 3 മിനിറ്റ് 10 സെക്കൻഡ് ദൈർഘ്യമുള്ള പതിപ്പാണ് നിർബന്ധമാക്കിയത്. ദേശീയ ഗീതം ആലപിക്കാവുന്ന ചടങ്ങുകളുടെ പട്ടികയിൽ സ്കൂൾ അസംബ്ലിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ ഗീതത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ്. എന്നാൽ ബംഗാൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിനെതിരെ സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ദേശീയ ഗാനവും ദേശീയ ഗീതവും ചൊല്ലേണ്ടിടങ്ങളിൽ വന്ദേമാതരം ആദ്യം ആലപിക്കണം. സിനിമാ തിയേറ്റർ പോലുള്ള പൊതു ഇടങ്ങളിലും വന്ദേമാതരം കേൾപ്പിക്കാം. എന്നാൽ ഇത്തരം ഇടങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ലെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറയുന്നു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.